بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് കമൻറ്റുകളിലൂടെയൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി തരട്ടെ. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും അല്ലാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുന്ന രീതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള വലിയ ആയുധം ദിക്റാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ അമില ഇബ്നു ആദമ അമലൻ അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ, അല്ലാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനമായിട്ട് ദിക്റിനേക്കാൾ വലിയ ഒരു അമലും ഒരാളും ചെയ്യുന്നില്ല എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. കാരണം ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിൻ്റെ ദിക്റാണ് ഏറ്റവും വലുത് എന്ന് അല്ലാഹു ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. ഭൗതിക ജീവിതത്തിലും മരണാനന്തര ജീവിതത്തിലുമൊക്കെ ദിക്ർ നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഒരിക്കൽ അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബർസ്ഥാനിയിലെത്തുകയാണ്. അങ്ങനെ ഖബർസ്ഥാനിയിലെത്തിയ സമയത്ത് പ്രവാചകർ രണ്ട് ഖബറാളികൾ ശിക്ഷ അനുഭവിക്കുന്നതായി കാണപ്പെട്ടു. ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ഏഷണി പറഞ്ഞവരും അതേപോലെ തന്നെ മറ്റൊരുത്തൻ മൂത്രമൊഴിച്ചാൽ ശരിക്കും കഴുകി വൃത്തിയാക്കാത്തവനുമാണ്. സ്വഹാബിമാരോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ 2 ഈത്തപ്പന മട്ടൽ കൊണ്ടുവരണം. അങ്ങനെ അവർ കൊണ്ടുകൊടുത്തപ്പോൾ അത് രണ്ടും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 2 ശിക്ഷ അനുഭവിക്കുന്ന ഖബറിൻ്റെയും മുകളിൽ നാട്ടിയിട്ട് പ്രവാചകർ പറഞ്ഞു, സ്വഹാബ, ഇത് പച്ചയായി ശേഷിക്കുന്ന കാലത്തോളം ഈ 2 പച്ചമട്ടലും തസ്ബീഹും ദിക്റും ചൊല്ലിയിട്ട് അവർക്ക് ഖബറിൽ ശിക്ഷയ്ക്ക് ഇളവുണ്ടാകുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. പണ്ഡിതന്മാർ ഇതിൻ്റെ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, കേവലം പച്ചമട്ടൽ തസ്ബീഹ് ചൊല്ലിയാൽ ഖബറാളികൾക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചു എന്ന് പറഞ്ഞ അത്രത്തോളം മഹത്വമുള്ള മനുഷ്യർ ചൊല്ലിയാൽ കൂലി ലഭിക്കുമെന്ന് ഉറപ്പല്ലേ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ പ്രധാന ഘട്ടമായ ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുക എന്ന് പറയുന്നത്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയാൻ, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോടൊരിക്കൽ ഞാൻ ചോദിച്ചു, അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഏറ്റവും നല്ല അമൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല അമലേതാണ് എന്ന് ചോദിച്ച സമയത്ത് ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻതമൂത വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അൻതമൂത, നീ മരിക്കലാണ്. ഏതോടുകൂടെ? വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാഹ്, അള്ളാഹിൻ്റെ ദിക്ർ കൊണ്ട് നനഞ്ഞതായ നാവുമായിട്ട് നീ മരിക്കലാണ്. അഥവാ മരിക്കുന്ന സമയത്ത് നീ ദിക്ർ ചൊല്ലി മരിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് അതായിരിക്കും നാളെ അവന് സംസാരിക്കുക. അഥവാ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണമെങ്കിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ദിക്റുകൾ ചൊല്ലേണ്ടതുണ്ട്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തന്നെ പറയാൻ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മഹാനായ
മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതായി കേട്ടിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറയാൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. അർശിൻ്റെ തൂണിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കുത്തിവെക്കപ്പെട്ടതായി കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞതായി നമ്മൾക്ക് ഹദീസിൽ കാണാൻ പറ്റുന്നതാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ദിക്റുല്ലാഹി അലമുൽ ഈമാൻ, അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറയുന്നത് അലമുൽ ഈമാൻ, അത് ഈമാനിൻ്റെ കൊടിയാണ്. അതേപോലെ തന്നെ വബറാഅത്തും മിനൻ നിഫാഖ്, കാപട്യത്തിൽ നിന്ന് ഒഴിവാകലുമാണ്. അതേപോലെ തന്നെ വഹിസ്നും മിന ശൈത്വാൻ, ശൈത്വാനിൽ നിന്നുള്ള പരിചയമാണ്. വഹിർസും മിനന്നാർ, അതേപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള സംരക്ഷണവുമാണ് അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറയുന്നത് എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ. പ്രിയമുള്ളവരെ, സഹിക്കാൻ പറ്റാത്ത ഏത് വേദനയാവട്ടെ, എത്ര വലിയ രോഗവുമാകട്ടെ, അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ദിക്ർ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് ദിവസവും രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ ദിക്ർ? മഹാനായ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാൽ, മഹാനവറുകൾ പറയാണ്, സമഅതു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ മിൻ അബ്ദിൻ, ഒരു അടിമയുമില്ല, യഖൂലു ഫീ സ്വബാഹി കുല്ലി യൗമിൻ, എല്ലാ ദിവസവും പ്രഭാതത്തിൽ അവൻ ചൊല്ലുന്നു, വമസാഇൻ, എല്ലാ വൈകുന്നേരവും ചൊല്ലുന്നു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന് ഒരാൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കഴിഞ്ഞാൽ, സലാസ മർറാത്തിൻ, 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ, ഫയദുറുഹു ശൈഅ്, അവനിക്കൊരു ബുദ്ധിമുട്ടും അവനിക്ക് സംഭവിക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നമ്മളൊക്കെ ഹദ്ദാദിൽ ചൊല്ലുന്ന ഒരു ദിക്റാണ്. ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് ഒരു പ്രയാസവും ഏൽക്കില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. വകാന അബാനു ഖദ് അസാബഹു തർഫൻ ഫാലിജ് ഫജഅല റജുലു യൻദുറു ഇലൈഹി. ഈ ഹദീസ് ഇങ്ങനെ അബാൻ ഇബ്നു ഉസ്മാൻ തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് മഹാനവറുകൾക്ക് കഫം സംബന്ധമായ ഒരു രോഗമുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു മനുഷ്യനിങ്ങനെ നോക്കാൻ തുടങ്ങി. നമ്മളൊക്കെ ഈ ഹദീസുകളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കമൻറ്റുകളിലൂടെയൊക്കെ കാണാം, എന്നാൽ ഉസ്താദിന് ചൊല്ലിക്കൂടുന്നൊക്കെ കാണാം. അതേപോലെ മഹാനായ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞത് കേട്ടപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രോഗം മാറില്ലേ എന്ന രീതിയിൽ മഹാനായ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നോക്കിയപ്പോൾ ഫഖാല ലഹു അബാൻ, അദ്ദേഹത്തോട് അബാൻ പറഞ്ഞു, മാ തൻദുറു, നീ എന്താണ് നോക്കുന്നത്? അമാ ഇന്നൽ ഹദീസ കമാ അദ്ദസ്തുക, ഞാൻ നിനക്ക് ഹദീസ് പറഞ്ഞു തന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ നിനക്ക് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. വലാകിന്നി, എങ്കിലും ലം അഖുലുഹു യൗമഇദ്, ഞാനിന്ന് ചൊല്ലിയിട്ടില്ല. ലിയംദിയല്ലാഹു അലാ ഖദ്രിഹി, അള്ളാഹിൻ്റെ ഖദറിനെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ എന്ന് മഹാനായ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാൻ. അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും വരും. അതുകൊണ്ട് തന്നെയാണ് എന്നെ ഇന്ന് മറപ്പിച്ചത്. അതേപോലെ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചൊല്ലിക്കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ, ഹദീസിൽ വന്നതാണ് ഇത് അള്ളാഹിൻ്റെ റസൂൽ കളവ് പറയില്ല എന്ന ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന് എന്തായാലും ഉത്തരം ലഭിക്കുമെന്നുള്ള ബോധ്യമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ, നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശഫിയാക്കി തരട്ടെ. ദുആ വസിയത്തോടുകൂടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.